ഹായ് ഗൈസ്, ഇന്ന് അലീനേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ സ്ലീപ്പ് ഓവറിന് വന്ന ശാലിനേജി എൽസേനെ ദിഗംബരൻ ലുക്കാക്കി ഗൈസ്. ഞാൻ അതിൻ്റെ വീഡിയോ ശകലങ്ങൾ ഇടുന്നതായിരിക്കും. ഇവിടെ ആൻമരിയ സേവിയർ ഉണ്ട്. ഒരു ഹായ് കൊടുക്കാവോ? എന്തെങ്കിലും പറയാനുണ്ടോ? സുഖാണോ? സ്പോണ്ടേനിയസ് ആയി ഞാൻ അവളുടെ വീഡിയോസ് എടുത്തിട്ടാണ് ഗൈസ്. എൽസയുടെ കല്യാണത്തിന് ഞാൻ ഈ പാട്ടിട്ട് ഈ വീഡിയോ ഇടുന്നു. എന്റെ അല്ല, ഇവളെ എന്റെ ജീവിതത്തിൽ നിന്ന് കളയും പാട്ട്. എങ്ങനെ വെറുപ്പിക്കാമെന്ന് കാണിച്ചു തരുന്നു ഗൈസ്. നല്ല സുന്ദരിയായിരുന്നു എൽസമേരി. അതിപ്പോ ദിഗംബരൻ ലുക്കിലാക്കി തരികയാണ് ഗൈസ്. എനിക്ക് തോന്നില്ല. ആൻമരിക്ക് എന്ത് തോന്നുന്നു ആ ലുക്ക് കണ്ടിട്ട്? പറയൂ. എന്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന നിലയിൽ ഞാൻ സത്യം പറയാം എൽസ, ഒരു ഭംഗിയില്ല. എന്റെ പൊന്നു ഷാന, ട്രസ്റ്റ് പ്രോസസ് എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ആ പിരികൊക്കെ കറക്റ്റ് കട്ട ദിഗംബരൻ ലുക്ക്. ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തേ. അനാവശ്യമായ പ്രോത്സാഹനം തന്ന് കുഴിയിൽ ചാടിക്കുന്ന കൂട്ടുകാരിനെ കണ്ടു ഗൈസ്. ആ കുട്ടീനെ ഒരു 3 മാസം കൂടി കണ്ടു എന്ന് കരുതി ഇങ്ങനെ വിശേഷം പറ. ലീനാഴ്ചക്ക് സുഖാണോ? കുറച്ചു നാളായി എൻ്റെ ബ്ലോഗിൽ അപ്പിയറൻസ് ഉണ്ടായിട്ട് നാട്ടുകാരെന്നോട് ചോദിക്കുന്നു അലീനാജിനെ ഞാൻ ഉപേക്ഷിച്ചോന്ന്. എന്താണ് അലീനാജിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഉപേക്ഷിച്ചല്ല, അലീനാജിനെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പലരും പറയുന്നു. അത് സത്യമാണോ? അലീനാജി കുറച്ച് തർക്കുത്തരക്കാരിയായി മാറി. എൽസമേരിക്ക് പനിയല്ലേ? ഞാനായിരുന്നു എൽസമേരിയുടെ കെയർ ടേക്കർ. എൽസമേരി പനിയായിട്ട് എനിക്ക് കഞ്ഞി വെച്ചു തന്നു. അവള് ഉണ്ടാക്കിയ ഫുഡും കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അവൾ ഫൈനൽ ലുക്ക് പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും. എന്താ നീ ആ കൊച്ചിനെ ചെയ്യുന്നത്? എന്തോ പുതിയ മേക്കപ്പ് സ്ട്രാറ്റജി ആയിട്ട് അലീനേച്ചി ഇറങ്ങിയിട്ടുണ്ട്. അലീസായ നിന്റെ മ്യൂക്കോലൈറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ദിഗംബരൻ എവിടെ പോവുകയാണ്? ദിഗംബരൻ ചങ്കനിക്ക് രാസ്നാദിപ്പൊടിയാണ്. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാമല്ലോ ഇവള് ദിഗംബരനാണോ? ഓക്കെ, എന്ത് ലുക്കാ നീ ഇവളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അലീന ഇന്ന് ഭയങ്കര റിബലാണ് ഗൈസ്. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് ചേർക്കുകയായി. ഇതെനിക്ക് എളുപ്പം. I will definitely publish this one. ഷൈന മോളെ എല്ലാ സ്നേഹവും നിൽക്കും കേട്ടോ. ആര്? ഞാനോ? അല്ല, സുന്ദരിയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മുതല. എപ്പം കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കണ്ണാടിക്കാര് പലതും പറയും. എന്തൊക്കെയോ എൽസയുടെ ജീവിതത്തിൽ നടക്കുന്നു. ഇനി എനിക്ക് കൈ കഴിക്കുന്നു. ഇനി ഫൈനൽ ലുക്കിലേക്ക് നമുക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാം. ഒരു ജമ്പായിരുന്നു, ഒരൊറ്റ ചാട്ടം കൊടുത്താൽ ആ കൊച്ചിന്റെ കൊളവാക്കി ഗൈസ്. പോടി കൊളാക്കിയതല്ല, സിന്ദൂര ചെപ്പ് മറിഞ്ഞ പോലെ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഏത് ലുക്കാ ഒക്കെ കൊടുക്കുന്നത്? ഒരു ബോൾഡ് ലുക്ക്. ഇവിടെ ആൾക്ക് കളർ ചേരുന്നത്, ഇവൾക്ക് ചേരുന്നത് മറ്റേതാ, ഭയങ്കര ചുമപ്പല്ലടി. മറ്റേ ഇതുണ്ടല്ലോ, കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ഉള്ളതല്ലോ. അതൊക്കെ ചെയ്ത്. ആ ബ്രൗൺ അല്ല, ഇത് വാഷ്. നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തേ.
നോട്ട് ബാഡ്. ഒന്നാണ് മിക്സ് ചെയ്ത് ഇവിടെ നിന്ന് നോക്കി. ഇവളെ ചേട്ടൻ വരെ ഇതിൽ നന്നായി, ഇതിൽ നന്നായി ഇവളെ ഒരുക്കി. വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട് പൊടി. ഒന്നും ആയിട്ടില്ല. ട്രസ്റ്റ് ചെയ്ത പ്രോസസ്. ആര് പറഞ്ഞു? നല്ല രസമുണ്ട്. ഫൈനൽ ലുക്ക് അല്ല, ഇനിയുണ്ട്. ചേരുന്നുണ്ടോ? ചേരുന്നില്ല. ഒരു ദിഗംബരൻ ലുക്ക് ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്ത പ്രോസസ്. പക്ഷെ നാച്ചുറൽ ആയിരുന്നു നല്ലത്. പല കണ്ണാടിക്കാരും അങ്ങനെ പറയും. ഇനി മൊത്തത്തിൽ അവിടെ നോക്കി. ഫൈനൽ ലുക്ക് അല്ല, എന്തിട്ടാ കഴിഞ്ഞില്ല. മെച്ചപ്പെട്ടു വന്നു. ബോൾഡ് ലുക്കാണല്ലേ ഇത്. നിന്റെ അലമാര എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തിരിക്കുന്നത്. വലിയ കാശുകാർ തന്നെ. പിന്നെ തേങ്ങ കടയുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ഒരു കടയില്ല. മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് കൈസ് മൊത്തം. ഇതെന്താ പറയാ? വലിയ ആളാ. ആൻഡ് ദ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് ആയിട്ടില്ല. മുടി കൂടി കിട്ടും. മിനിമൽ മേക്കപ്പ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രസമല്ലേ അവിടെ കാണാൻ? കോണ്ടാക്ട് ചെയ്യുക. അലീനേജിയുടെ നമ്പർ ഞാൻ കല്യാണം വരും. ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. അത് ലൈറ്റ് വട്ടം അടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഒരു അവള് വെളുത്തിട്ടില്ലേ? അവളുടെ അതേ സ്കിൻ ഒരിക്കലല്ല. സോറി. എനിക്കിഷ്ടപ്പെടാഞ്ഞത് അവളുടെ ആ പിരിവെഴുത്തലാണ്. അത് കട്ടി കൂടി സെറ്റായി. സെറ്റ് ചെയ്യാൻ പോയി ഞാൻ. എൽസയുടെ കല്യാണത്തിന് അലീനേജി മേക്കപ്പ്. നിങ്ങൾ അമിതയുടെ കല്യാണത്തിന് തന്നെ ഒരുങ്ങുവാണോ? ഞാൻ തന്നെ പിന്നില്ലാണ്ട്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്നു. പെണ്ണ അമിതയാ. ഓക്കെ, അവളെങ്ങാനും കൂടുതൽ എന്റെ കൂട്ടുകാർ കല്യാണ വീട്ടിൽ പോയ ബ്രൈഡ് അവള്, മരണ വീട്ടിൽ പോയ ശവം നീ. അവളുടെ ഡേ. അപ്പൊ ഓക്കെ, നീ ഒരുങ്ങണം. ഓഫ് കോഴ്സ് കാടിളകി തുടങ്ങി വരരുത്. നോക്കുമ്പോ മുല്ലപ്പൂക്കെ വെച്ച്. എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം നോക്കണ്ട. ഞാൻ ഹെയർ ബൈ മുകേഷിൻ്റെ അടുത്ത് വെച്ച് ഒരു പാട്ട്. എങ്ങനത്തെ ഹെയറാണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് ബഡൈനോ ഈ ഇതിന് പറ്റിയ ഹെയർ. നടുക്കൂന്നാണോ എടുക്കുന്നത്? എനിക്ക് നടുക്ക് അത്ര ചേരും തോന്നുന്നില്ല. ആര് പറഞ്ഞു? നരച്ചു തുടങ്ങി നിന്റെ മുടികൾ. അതെൻ്റെ ഓഫ്കോഴ്സ് എൻ്റെ എല്ലാം നരച്ചു. കുട്ടി നരയാണോ വലിയ നരയാണോ? അതെനിക്കറിയില്ല. എന്ത് നര? എൻ്റെത് നരച്ചു തുടങ്ങി. നിന്റെ മുടി നീണ്ടു കേട്ടോ എൽസ. മുടി നീണ്ടു. നീ നീട്ട്. പെട്ടെന്ന് നീണ്ട പോലെ തോന്നുന്നുണ്ട്. ഇനി നീട്ടോ. ഇനി വെട്ടിക്ക് വേണ്ട. നീ താഴെ വരെ ഇറക്കുമോ? പണ്ടത്തെ മുടി വരട്ടെ. പണം വരട്ടെ. പണം പോട്ടെ. പ്രതാപം വരട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഷോർട്ട് ഹെയർ ആക്കണം. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് രണ്ടും ഇഷ്ടം. വെള്ള പണ്ടത്തെ നല്ലതായിരുന്നു കോളേജിലെ മുടി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മുടി ഇപ്പൊ വളർന്നു വരുന്നില്ല. അല്ല, വരുന്നുണ്ട്. ഇനി വരില്ലായിരിക്കും. മുടി വരുന്നുണ്ട്. അല്ല, കംപ്ലീറ്റ്ലി താഴോട്ട്. ഇത്തവണ പോയപ്പോഴും ഇവളെന്തോ ചെയ്തു മുടിയിൽ. വെട്ടി. അല്ല, നീ ബോട്ടോക്സ് ചെയ്തു. ബയോട്ടി. നിനക്ക് നാച്ചുറലി ഒരു നല്ല മുടിയുണ്ട്. സോ നീ അതിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പണ്ടത്തെ നടിമാരെ പോലെ ഇരിക്കും. പെണ്ണെ നായിക എത്തി. കട്ടൻ വിടുന്ന റെയിലില്ലേ,
താഴേക്ക് വീണു. അയ്യോ അതെനിക്ക് കേട്ടിടന്ന് അറിയുന്നത്. ഞാനൊന്നും ചെയ്തില്ല, ഞാനിങ്ങനെ കട്ടൻ വലിച്ചിട്ടതാ. അപ്പൊ നിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. നശിപ്പിച്ചോ? Maybe. എന്നോട് okay. ക്ഷമിക്കണം. എന്റെ കണ്ണി കുത്തി. എന്ത് ചെയ്യും അതിന്? എനിക്കറിയില്ല. തറവെള്ളായോ? ഇല്ല, എന്ന് തോന്നണം. പേടിയല്ലേ ഇതിന് കലീനേജീനെ? മറ്റൊരാളുടെ സാധനം നശിപ്പിച്ചാൽ നമുക്ക് ദണ്ഡുണ്ടാകും. ദണ്ണം അല്ലാതെ പേടിയല്ല. എന്നോട് ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. എന്റെ മുത്തിനെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അലീനാജി, എന്റെ മുത്ത് പറ, അമ്മുകൂട്ടം പേടിക്കണം മുത്തിനെ. ഞാൻ കണ്ടായിരുന്നു ഇതിന്റെ പേര്. ഇതുവരെ ഫൈനൽ ലുക്ക് ആയില്ല. 2 മണിക്കൂറായി. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടാൻ റെഡി ആയിരിക്കും. ഞാനൊരു പന്തവും പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. അവളുടെ മുഖം എനിക്ക് ഇഷ്ടമായി. നീ നോക്കി അവളുടെ മുഖം തിരനുരയും വെളിച്ചത്തേക്ക് വരട്ടെ. കുഴപ്പമില്ല. അതായത് ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. ആ കണ്ണ് എഴുതിയത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബാക്കിയെല്ലാം ആ കണ്ണിന്റെ മോളത്തതും ഒരു ഇത്തിരി എക്സ്ട്രാ ലുക്ക് ഉണ്ട്. എക്സ്ട്രാ കളറായി പോയി. അത് മേക്കപ്പ് ഇട്ടു എന്ന് തോന്നില്ല. ഇല്ല. മിനിമൽ മേക്കപ്പ്. എനിക്ക് മേക്കപ്പ് ഇട്ടെന്ന് തോന്നുന്നു. എന്നാ അമിതയുടെ കല്യാണത്തിന് അലീനാഴ്ച എന്നെ മേക്കപ്പ് ചെയ്താൽ മതി. പോവണേ ഇവള് പറഞ്ഞു ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണ്ടെന്ന് വരും. ഞാൻ പോക്കോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോക്കോ കല്യാണത്തിന്. എന്റെ ദൈവം ഞാനങ്ങനെയൊന്നും വളച്ചൊടിക്കുന്ന കഥകളെ എടി ഞാൻ പറഞ്ഞു ബ്രൈഡിനെ ചത്ത വീട്ടിലെ ശവം ഞാൻ. അതെ, കുർബാനയ്ക്ക് അവിടെ പള്ളിയിലച്ഛനാവണം. മരണം കിട്ടിപ്പോയ അവിടെ പെട്ടി കയറി കിടക്കണം. അയ്യോ, പറഞ്ഞപ്പോഴാ വെള്ളിമുഖം എനിക്കൊന്നുകൂടെ കാണാൻ തോന്നുന്നു. നല്ല സിനിമയാണ്. ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഫൈനൽ ലുക്ക് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഈ ഫൈനൽ ലുക്കിനെ കുറിച്ച്? തൃപ്തിയാണോ? വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അലീന എന്ന മേക്കപ്പ് മാനെ? എനിക്ക് സജസ്റ്റ് ചെയ്യുന്നു. എനിക്കിത് കണ്ടിട്ട് ഒരു മിനിമൽ ലുക്ക് ഉണ്ട് ഗൈസ്. ബട്ട് പീലിക്കണ്ണു മാറ്റായിരുന്നു. പീലിക്കണ്ണുള്ള ദിഗംബരൻ ലുക്ക് ചെറുതായിട്ട് വരുന്നെങ്കിലും നിനക്കൊരു സൗന്ദര്യം ഉള്ളതുകൊണ്ട് നീ ഓക്കെ ആയി. സൈനിങ് ഓഫ്. ആൻമരിക്ക് ഇവളുടെ മേക്കപ്പ് ലുക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ലതാ, പക്ക നാച്ചുറൽ. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലോഗ് സൈനിങ് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ. പറഞ്ഞേ, എന്നെ എങ്ങനെ അന്വേഷിച്ചു വരാൻ പോകുന്നത്? സീതത്തോടിലെ വാലുപാറ പഞ്ചായത്തിലെ സീതത്തോട് പഞ്ചായത്തിലെ ആങ്ങുമുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്, സീതത്തോട് പഞ്ചായത്തിലെ ആങ്ങമുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതോ വളവ് തിരിഞ്ഞ് ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്ന് ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്ന് 4ാമത്തെ വീട്. വൈറ്റ് വാഷ്. വർഷങ്ങൾ കഴിയുമ്പോ ചിലപ്പോ പെയിന്റ് മാറും. പിന്നെ സാരി കൂട്ടുകാരി അന്വേഷിച്ച് വരുമോ? റിയൽ ലൈഫിൽ അങ്ങനെ ആൻമരി നന്മമരം ആയിട്ടില്ല അല്ലേ? ഞാനൊരു നന്മമരം തന്നെയാണ്. എനിക്കങ്ങനെ എൻ്റെ റിയൽ ലൈഫിൽ ആൻമരിയെ കൊണ്ട് നന്മമരം ആയിട്ടുണ്ട്. ആൻമരിയെ ജീവിക്കുന്ന നന്മമരം. അതെ 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 സാക്രിഫൈസ് ചെയ്യുന്നോളാം. അതെ 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 അതെ. ആ കഥ ഞാൻ അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും. സൈനിങ് ഓഫ്.